നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനുമായി അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പറഞ്ഞു. ഗാസ യുദ്ധത്തിനിടയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം കഴിഞ്ഞ 8 മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും വെടിവെപ്പ് നടത്തുകയാണ്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി റിസർവിസ്റ്റ് കൊല്ലപ്പെട്ടു. ഇതോടെ ഇസ്രായേൽ ഭാഗത്ത് കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 19ആയി. ഇസ്രയേലും ഹിസ്ബുള്ളയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ആഴത്തുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 35 കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ആക്രമണം നടത്തിയത്. അതിനിടെ 120 കിലോമീറ്ററിലധികം വടക്കുള്ള ലബനന്റെ പ്രദേശങ്ങൾ ഇസ്രയേലും ലക്ഷ്യമാക്കി. ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രോണുകൾ ഉപയോഗിച്ച് സിറിയയുടെ അധിനിവേശ ഗൊലാൽ കുന്നുകളിൽ ഇസ്രായേൽ സൈനിക ബാരക്കുകൾ ആക്രമിച്ചതായി ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. അയൺ ഡോം റഡാറിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇസ്രായേൽ സൈനികർക്കിടയിൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ കാട്ടുതീക്കും കാരണമായി. ലബനനുമായുള്ള ഇസ്രായേലി അതിർത്തിയിൽ സംഘർഷം ഓരോ നിമിഷവും കനക്കുകയാണ്. ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. ഇസ്രായേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപവൽക്കരിച്ചത്. 40 വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. TV സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു. നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട്. പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാൻ സിറിയയിലുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായകരമായിട്ടുണ്ട്. ലബനനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ, സ്കിഡുകൾ എന്നിവ ഉപയോഗിച്ച് പോരാളികൾക്ക് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയുടെ സമീപകാല വീഡിയോകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് 2000 സൈനികർ ഉണ്ടെന്നാണ് കണക്കുകൾ. കൃത്യമായ പരിശീലനം ലഭിച്ചവരാണിവർ. 30,000 പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കാനും സാധിക്കും. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ, ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംരംഭ ഡിപ്പോകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ്. അത് ഇസ്രയേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ഹിസ്ബുള്ള ഇസ്രയേലിനെ നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന്റെ രാഷ്ട്രീയവും വിപുലവുമായ വാണിജ്യ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു സമ്പൂർണ്ണ സംഘടനത്തിന് അവർ ഒരുങ്ങില്ല എന്നാണ് വിലയിരുത്തൽ. വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാനാണ് ഹിസ്ബുള്ള ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അതിരൂക്ഷമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കണക്കുകൂട്ടലും തെറ്റിയേക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.